വിശുദ്ധ കാർലോ അക്വിറ്റസ്. എല്ലാവരും ഒറിജിനലായിട്ട് പിറക്കുന്നു, എന്നാൽ ഏറെ പേർ ഫോട്ടോ കോപ്പികളായിട്ട് മരിക്കുന്നു. ഇടത്തരക്കാരായി ഒരിക്കലും ഒതുങ്ങാതിരിക്കുവാൻ എല്ലാ പ്രായക്കാരോടുമുള്ള ഈ സന്ദേശമാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ് സ്വജീവിതം കൊണ്ട് പ്രഘോഷിച്ചത്. ഈ സഹസ്രാബ്ദക്കാരിൽ നിന്നും ആദ്യമായി വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന കാർലോ 1991 മെയ് 3 ലണ്ടനിലാണ് ജനിച്ചത്. 2006 ഒക്ടോബർ 12 15-ാമത്തെ വയസ്സിൽ ലുക്കേമിയ ബാധിച്ച് മരണമടഞ്ഞു. സാങ്കേതിക വിദ്യയോട്, പ്രത്യേകിച്ചും കമ്പ്യൂട്ടറുകളോടും വീഡിയോ ഗെയിമുകളോടും വല്ലാത്ത ഭ്രമമായിരുന്നു വിശുദ്ധ കാർലോ അക്വിറ്റസിന്. ഈ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ പുത്രനായിരുന്ന അവന് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരവധിയായിരുന്നു. ദൈവവിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് ഈ മേഖലകളെ എങ്ങനെ അവൻ ഉപയോഗിച്ചു എന്നതാണ് തൻ്റെ തലമുറയിലെ മറ്റുള്ളവർക്ക് അവനെ മാതൃകാ പുരുഷനാക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്കു വേണ്ടി ജീവിക്കേണ്ടവരാണ് നാം. ആ നിത്യതയാണ് നമ്മുടെ യഥാർത്ഥ ഭവനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആ വിശാലമായ ചിത്രത്തിൽ കാണുന്നവനായിരുന്നു കാർലോ. ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായ ഈശോ മിശിഹായുടെ നിഗൂഢ മഹത്വം പ്രചരിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ അത്യുത്സാഹിയായിരുന്നു വിശുദ്ധ കാർലോ. ഇക്കാര്യത്തിലുള്ള തൻ്റെ കണ്ടെത്തലുകൾ ക്രമീകരിക്കുന്നതിനും മറ്റുള്ളവരെ അറിയിക്കുന്നതിനുമായി വിശുദ്ധ കാർലോ സ്വന്തമായ വെബ്സൈറ്റ് ഉണ്ടാക്കി. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യവും തേജസ്സും ചൂണ്ടിക്കാണിക്കുവാനായിരുന്നു അത്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളോട് തന്നെ ദൈവാലയത്തിലേക്ക് ഏതാനും നിമിഷത്തേക്ക് ഈശോയെ കാണുവാനായി കൊണ്ടുപോകുവാൻ അവൻ ആവശ്യപ്പെട്ടിരുന്നു. ദിവ്യകാരുണ്യനാഥനോടുള്ള കാർലോയുടെ സ്നേഹം അവൻ്റെ മാതാപിതാക്കളെ വല്ലാതെ സ്വാധീനിച്ചു. അവൻ്റെ മാതൃക മൂലം അവർ സാവകാശം തങ്ങളുടെ വിശ്വാസ ജീവിതം പുനരാർജിച്ചു. വളരെ ഹ്രസ്വമായിരുന്നു കാർലോയുടെ ജീവിതം. അവൻ കോളേജിൽ പോയില്ല, ദൈവവിളി തിരഞ്ഞെടുത്തില്ല. അവൻ ലോകമാകമാനം യാത്ര ചെയ്യുകയോ സാമൂഹികമായി വലിയ സംഭാവന നൽകുകയോ ചെയ്തില്ല. പക്ഷേ ജ്ഞാനസ്നാനത്തിലൂടെ തനിക്ക് ലഭിച്ച വിശുദ്ധിയിലേക്കുള്ള വിളി അവൻ വളരെ ലളിതമായി ജീവിച്ചു. ദൈവത്തെ ഏറെ ആഴമായി സ്നേഹിച്ച കാർലോ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് വിധേയപ്പെട്ട് ജീവിച്ചു. സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് അവൻ വലിയ മാതൃകയായി. അനുദിന ജീവിതവും പ്രവർത്തനങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായി അവൻ സ്വീകരിച്ചു. കൂടാതെ അവയെ സ്വർഗത്തിലേക്കുള്ള പാതയായി സ്വീകരിച്ചു. കാർലോ അക്വിറ്റസിനെ 2020 ഒക്ടോബർ 10 അസീസിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 7 ലയോ 14 മാർപ്പാപ്പ കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. നിന്റെ പ്രായം എത്രയുമാകട്ടെ, കൂട്ടുകാരോടും കുടുംബത്തോടും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക. എല്ലാ ആഴ്ചയും ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കുക. ദൈവത്തിൻ്റെ വഴിനടത്തലിനായി എപ്പോഴും പ്രാർത്ഥിക്കുക. ഇതെല്ലാം സുപ്രധാനമാണെന്ന് വിശുദ്ധ കാർലോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീഷ്ണതയോടും ഭക്തിയോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഇൻ്റർനെറ്റ് പോലും ഉപയോഗിക്കാം എന്ന് അവൻ കാണിച്ചു തരുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. ആധുനിക തലമുറയിലെ എല്ലാ മക്കളെയും നമുക്ക് ഈ വിശുദ്ധന് പ്രത്യേകമായ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.